ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഞാൻ ഇന്നിവിടെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ അതേപോലെ ടിഫിനായിട്ടും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അതിനായി ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും അല്പം കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഫ്രൈഡ് റൈസിന്, ഈ മഷ്റൂം ഫ്രൈഡ് റൈസിന് ചിക്കൻ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഫ്രൈഡ് റൈസും അതേപോലെ നൂഡിൽസും പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഈ മുളക് പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും അതേപോലെ തന്നെ വേവിച്ചിട്ട് അത് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചേർക്കുമ്പോഴാണ്. ഇതിവിടെ ചിക്കൻ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ ചിക്കൻ്റെ ഒക്കെ അളവ് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. പ്രത്യേക മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം. അല്പം ചേർത്തെടുത്താൽ മതി. അതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള അല്പം സവാള, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഈ മഷ്റൂം ഫ്രൈഡ് റൈസിൽ ഓപ്ഷനിലാണ്. ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ക്യാരറ്റ് ചേർത്തുന്നേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. അതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മഷ്റൂമും കൂടി ചേർത്തെടുക്കാം. മഷ്റൂമിൻ്റെ അളവ് ഒന്ന് മുന്നിട്ടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് മഷ്റൂം ഫ്രൈഡ് റൈസ് ആണല്ലോ. മഷ്റൂം കൂടുതലുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിൽ കിട്ടും. ഇനി അല്പം ഉപ്പും കൂടി ചേർത്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഫ്രൈഡ് റൈസിന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി 2 മിനിറ്റ്. ഇനി ഇതിലേക്ക് അല്പം വൈറ്റ് പെപ്പർ പൗഡർ, വൈറ്റ് വിനീഗർ, അല്പം സോയാ സോസ്, കെച്ചപ്പും അതേപോലെ തന്നെ ഹോട്ട് ചില്ലി സോസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഹോട്ട് ചില്ലി സോസൊക്കെ കുറച്ചൊരു ടേസ്റ്റിയാണ്. അതില്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊന്ന് ഉപ്പൊന്ന് നോക്കാം, കാരണം സോയാ സോസിലേക്ക് ഉപ്പുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസിനുള്ള. ഇതിലേക്കുള്ള ക്യാരറ്റും ചിക്കനും ഓപ്ഷനിലാട്ടോ. ചിക്കൻ ചേർക്കണമെന്നില്ല. ഞാൻ പിന്നെ സൈഡ് ഡിഷായിട്ടൊന്നും ചിക്കനും ബീഫൊന്നും സെർവ് ചെയ്യാത്തതായതുകൊണ്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്തുന്നേ ഉള്ളൂ. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ബസ്മതി റൈസ് 2 ബാച്ചായിട്ട് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് മുമ്പ് സാധാരണ ചിക്കൻ ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ഈ ബസ്മതി റൈസ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കാണാതെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എസ്പെഷ്യലി മഷ്റൂം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മഷ്റൂം കൂടുതലായിട്ട് ചേർക്കണം, കാരണം അതിൻ്റെ ഫ്ലേവർ കിട്ടണമെങ്കിൽ. ഈ ടൊമാറ്റോ കെച്ചപ്പും ഹോട്ട് ചില്ലി സോസും സോയാ സോസൊക്കെ അല്പം മാത്രമേ ചേർത്തെടുക്കാൻ പറ്റൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ റൈസിൻ്റെ കളറും അതേപോലെ തന്നെ ഈ സോസിൻ്റെ ഒക്കെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. ഇനി അല്പം സ്പ്രിംഗ് ഓണിയനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.